ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെ നമ്മുടെ മേഘനും അതുപോലെ തന്നെ പ്രതാപനും കൂടി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അവൾ അങ്ങനെ ചത്തു, എന്തായാലും അവൾ ആ ശവം കാണട്ടെങ്കിലും പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോഴാണ് ആ ഒരു വലിയൊരു കാര്യം മേഘൻ അറിയണത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. നേഴ്സ് മേഘനോട് പറയണത് കേട്ടോ. അതെ, നിങ്ങളുടെ അച്ഛനെയാണ് അപകടം പറ്റിയിരിക്കണത്. അച്ഛനെയോ എന്ന് പറഞ്ഞിട്ട് മേഘൻ്റെ പുരികൊക്കെ ഒന്ന് ചുളുങ്ങുന്നുണ്ട്. അതെ, ഇനിയിപ്പോൾ അച്ഛന് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ സിസ്റ്റർ? ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നില്ല, അയാളിനി വീൽ ചെയറിൽ തന്നെയായിരിക്കും. ഈശ്വര, എന്ത് തടിമാടം പോലെ നടന്നിരുന്ന എൻ്റെ അച്ഛനാണ് ഈ അവസ്ഥയിലായത് എന്നാണ് വെച്ചാൽ മേഘനാഥൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രതാപനും വിചാരിക്കുകയാണ്, ഈശ്വര അവൾക്ക് വെച്ച കെണിയല്ലേ, ഇയാളെങ്ങനെ ഇതിൽ വന്ന് വീണു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ നമ്മുടെ പ്രതാപനും. അങ്ങനെയൊക്കും നമ്മുടെ മേഘം പറയണ്ട, എന്നാലും എൻ്റെ അച്ഛൻ ഈ അവസ്ഥ വന്നല്ലോ. ആ മഹാലക്ഷ്മി അവൾക്ക് മുടിഞ്ഞ ആയുസാണ്, ദൈവങ്ങളെല്ലാം അവളുടെ കൂടെയാണെന്നോ തോന്നണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ അച്ഛൻ്റെ അവസ്ഥ എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇനി ജീവിതകാലം മുഴുവൻ അച്ഛൻ അതേ അവസ്ഥയ്ക്ക് തുടരുമല്ലോ ഈശ്വര, ബാധ്യത എന്നൊക്കെ രീതിയിലാണ് കേട്ടോ മേഘൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുളിയണത്. എന്നാലും തടി പോലെ ഇരുന്നിട്ട് എൻ്റെ അച്ഛൻ വടി പോലെ ആയാലോ ഈശ്വര എന്നൊക്കെ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക കേട്ടോ. ഈശ്വര, ഇതിൻ്റെ പിന്നെ പോലീസ് കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുമോ ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാത്രമല്ല കണ്ണനാണെങ്കിൽ പറയുകയും ചെയ്തല്ലോ, ഇനി സൈറ്റിലേക്ക് പോകണ്ട, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് സൈറ്റിലേക്ക് പോയാൽ മതി പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ദേഷ്യമുണ്ട് ഉണ്ണിക്ക്, അതുപോലെ തന്നെ പേടിയുണ്ട്. ഇനിയിപ്പോൾ വല്ല കേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് മഹാലക്ഷ്മിയാണെങ്കിൽ നമ്മുടെ കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ട്, വേറൊന്നുമല്ല, അതെ അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ഭർത്താവും, അതായത് നിൻ്റെ അച്ഛനും ഇവരുടെ സ്വന്തം ഭർത്താവാണ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് അങ്ങോട്ട് ഷോക്കാണ്. ഈശ്വര, എൻ്റെ ചേട്ടന് ഈ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അവർ. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിക്ക് സന്തോഷമൊന്നുമില്ല. അപകടം പറ്റിക്കിടക്കുന്ന സമയത്ത് ആർക്കും അങ്ങനെ സന്തോഷിക്കാനും പറ്റില്ലല്ലോ. അപകടം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചാണെന്നുള്ള മഹാലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്നുള്ള ചിന്ത മഹാലക്ഷ്മിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ നോക്കിയും കണ്ടൊക്കെ വേണം എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട്. നിൻ്റെ പിന്നാലെ തന്നെ അപകടം തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ഇത് അപകടമാണോ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ കണ്ണൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പ്രതീക്ഷയോടെയാണ് നമ്മളിരുന്നത്, എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ എല്ലാം വെറുതെ ആയപ്പോൾ. ഇന്നത്തോടെ അവളുടെ ശല്യം തീരുമെന്ന് വിചാരിച്ചതാണ്, എല്ലാം വെറുതെ ആയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ മാസ് എൻട്രി ആയിട്ട് മഹാലക്ഷ്മിയും വരുന്നുണ്ട് കേട്ടോ. മേഘനാഥനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തൻ്റെ അച്ഛനിന് വീൽ ചെയറിലായിരിക്കും, അല്ലെങ്കിൽ കിടന്ന കിടപ്പ് അങ്ങനെ തന്നെ കിടക്കും, സംസാരിക്കാൻ പോലും പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും അടിപൊളി എപ്പിസോഡാണ് നാളെ വരാൻ പോകുന്നത്. പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.